കുറുമ്പന്മാരെ, ഇന്ന് നമുക്കൊരു പായസം വെച്ച കഥ കേട്ടാലോ? കഥയുടെ പേരാണ് ഈച്ചയും പൂച്ചയും. പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ ഒരു ഈച്ചയും ഒരു പൂച്ചയും താമസിച്ചിരുന്നു. ഈച്ചയുടെ പേരാണ് ചിങ്ങനീച്ച, പൂച്ചയുടെ പേരോ കിങ്ങിണിപ്പൂച്ച. ചിങ്ങനീച്ചയും കിങ്ങിണിപ്പൂച്ചയും നല്ല കൂട്ടുകാരായിരുന്നു. ഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്ടിലാണ് അവരുടെ താമസം. ഒരു ദിവസം ചിങ്ങനീച്ച പറഞ്ഞു, വിശക്കുന്നല്ലോ ചങ്ങാതി, ഭക്ഷണമാണെങ്കിൽ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ കിങ്ങിണിപ്പൂച്ച ഒരു സൂത്രം പറഞ്ഞു, നമുക്കൊരു പായസം വച്ചാലോ? പായസമെന്നു കേട്ടതും ഈച്ചയ്ക്കു കൊതിയായി. അങ്ങനെ ഈച്ചയും പൂച്ചയും പായസം വയ്ക്കാൻ തുടങ്ങി. അടുപ്പ് കൂട്ടി, തീ കത്തിച്ചു, പാത്രം നിറയെ വെള്ളം വച്ചു. അരിയിട്ടു, ശർക്കരയിട്ടു, തേങ്ങ തൂകി. രുചിയുള്ള പായസത്തിന്റെ മണം വീട് മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ പായസം തയ്യാറായി. അപ്പോൾ ചിങ്ങനീച്ച പറഞ്ഞു, നമുക്കിനി പായസം കുടിക്കാം. അപ്പോൾ കിങ്ങിണിപ്പൂച്ച പറഞ്ഞു, ചൂടാറട്ടെ ചങ്ങാതി, അപ്പോഴേക്കും ഞാനൊന്ന് കുളിച്ചു വരാം. മനസ്സില്ലാ മനസ്സോടെ ചിങ്ങനീച്ച സമ്മതിച്ചു. അങ്ങനെ നമ്മുടെ കിങ്ങിണിപ്പൂച്ച കുളിക്കാൻ പോയി. ചിങ്ങനീച്ചയാകട്ടെ പായസത്തിന്റെ മണം പിടിച്ച് പാത്രത്തിനു ചുറ്റും പറക്കാൻ തുടങ്ങി. കുറേ സമയം കഴിഞ്ഞു. പൂച്ചയെ കാണാതെ ഈച്ചയ്ക്ക് ദേഷ്യം വന്നു. ഇത്ര നല്ല പായസമുണ്ടാക്കിയിട്ട് ഈ പൂച്ച ഇതെവിടെ പോയി? കൊതിയാണെങ്കിൽ സഹിക്കാനും വയ്യ. കുറച്ചു പായസം രുചിച്ചു നോക്കിയിട്ട് തന്നെ കാര്യം. ഇങ്ങനെ ചിന്തിച്ച് ഈച്ച പായസപാത്രത്തിന്റെ വക്കിലിരുന്നു. പാത്രത്തിലേക്ക് നാക്ക് നീട്ടി പായസം കുടിക്കാൻ ശ്രമിച്ചു. അയ്യോ പാവം ചിങ്ങനീച്ച, കാലു തെറ്റി തിളയ്ക്കുന്ന പായസത്തിൽ വീണു. പിടഞ്ഞു പിടഞ്ഞു മരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കിങ്ങിണിപ്പൂച്ച കുളി കഴിഞ്ഞെത്തി. ചങ്ങാതി, ഇനി പായസം കുടിക്കാം, പൂച്ച ഉറക്കെ വിളിച്ചു. പക്ഷേ ചിങ്ങനീച്ചയെ എങ്ങും കണ്ടില്ല. ഈ ചിങ്ങനിതെവിടെ പോയി? കിങ്ങിണിപ്പൂച്ച ചിന്തിച്ചു. എന്തായാലും ചിങ്ങൻ വരുമ്പോഴേക്കും 2 പാത്രത്തിൽ പായസം വിളമ്പി വയ്ക്കാം. കിങ്ങിണി ഓർത്തു. എന്നിട്ട് അടുപ്പിൽ നിന്നും പായസപാത്രം താഴെ ഇറക്കി വെച്ചു. പായസപാത്രത്തിലേക്ക് നോക്കിയ കിങ്ങിണിപ്പൂച്ച തന്റെ ചങ്ങാതി അതിൽ ചത്തു കിടക്കുന്നത് കണ്ടു. ചങ്ങാതി, ഇതെങ്ങനെ സംഭവിച്ചു എന്നുറക്കെ പറഞ്ഞ് കിങ്ങിണിപ്പൂച്ച കരഞ്ഞു. ഈ കഥയുടെ ഗുണപാഠം എന്താണ് കുട്ടികളെ? അക്ഷമ അപകടത്തിനു കാരണമാകും. Thank you for watching. Subscribe for more stories.